പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ കരുണയും മനോഗുണവും ഇന്നും വന്നാളെ ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള വിശ്വാസികളെ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ചേർന്ന് ആയിരിക്കാം. ഈ അടുത്ത കാലങ്ങളിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ്: ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ലോക മനുഷ്യന് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ലോകാരംഭങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സൺഡേ സർമണ് അവിടെ വായിച്ച വേദഭാഗത്തിൽ സക്കറിയ പുരോഹിതനെ പറ്റിയാണ് വായിച്ചത്. വൃദ്ധനായിരുന്ന സക്കറിയ പുരോഹിതൻ, വൃദ്ധയായിരുന്ന ഏലിശുബ, രണ്ടുപേരുടെ ഒരു പ്രത്യേകത അവർക്ക് മക്കളില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അവർ പ്രായം കഴിഞ്ഞു, അവരുടെ യൗവനകാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി മക്കളെ അവർ പ്രതീക്ഷിക്കുന്നത് പോലുമില്ല. കാരണം വൃദ്ധരായ അവർക്ക് അതിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച്, എന്നാൽ ഒരു പുരോഹിതനായതുകൊണ്ട് തന്നെ മക്കളില്ലാതെ തൻ്റെ അടുക്കൽ കരഞ്ഞു വരുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു പുരോഹിതൻ. യെരുശലേം ദേവാലയത്തിൽ മക്കളില്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞു വരുന്ന ആ ദമ്പതിമാരെയെല്ലാം സ്നേഹത്തോടെ അടുക്കൽ വിളിച്ച ദൈവം ശക്തനാണ്, അവൻ നിങ്ങളെ കരുതുമെന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു പുരോഹിതൻ. എന്നാൽ തൻ്റെ ജീവിതത്തിൽ മക്കളില്ലാതെ വേദനപ്പെടുന്ന ഒരു കുടുംബം. യേശുവിന് വഴിയൊരുക്കുവാൻ തക്കവണ്ണം സഭയും ക്രിസ്തുവും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തുവാൻ ദൈവത്തിനൊരു പുരോഹിതൻ വേണമായിരുന്നു. ആ പുരോഹിതനാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത്, അതിനെ തിരഞ്ഞെടുത്തത് സക്കറിയ ഏലിശുബ ദമ്പതികളെയാണ്. വൃദ്ധരായിരുന്ന, ഇനി മക്കളെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലാണ് യോഹന്നാൻ സ്നാപകനായി ദൈവം സമ്മാനമായി കൊടുക്കുന്നത്. എൻ്റെ മനസ്സിലൂടെ പോയ ചിന്ത, ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മക്കളില്ലാതെ പ്രാർത്ഥിച്ച ഒത്തിരി യുവതിയുവാക്കന്മാർ കാണും, അല്ലെങ്കിൽ അടുത്തിടെ വിവാഹം കഴിഞ്ഞ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നവരെല്ലാം കാണും. പക്ഷെ അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ ഏറെ പ്രായം ചെന്ന് വൃദ്ധരായി മാറിയ അവരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ഗർഭാവസ്ഥയിൽ 5 മാസക്കാലം ഏലിശുബ സമൂഹത്തെ അറിയിക്കാതെ ഭവനത്തിൽ നാണം കൊണ്ട് മറഞ്ഞിരുന്നുവെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആ ലജ്ജയെ മാറ്റുവാൻ തക്കവണ്ണമാണ് പരിശുദ്ധ അമ്മ ഏലിശുബായെ സന്ദർശിക്കുവാനായി കടന്നു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ദൈവമായ കർത്താവ് വൃദ്ധരായി ഇവരെ തിരഞ്ഞെടുത്തത്? ചുറുചുറുക്കുള്ള യൗവനക്കാരെ തിരഞ്ഞെടുക്കാതെ എന്തുകൊണ്ടാണ് ഈ വൃദ്ധരെ തിരഞ്ഞെടുത്തത്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്, കൽദായ വംശത്തിൽപ്പെട്ട അബ്രഹാമിന് ദൈവം പറയുകയാണ്, അബ്രഹാം, നിൻ്റെ കുലത്തെയും എല്ലാവരും ഉപേക്ഷിച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര തിരിക്കുക. ഒരു പുറജാതിക്കാരനെ വിളിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ തൻ്റെ ജനവിഭാഗത്തെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് കടന്നു വരുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു ഭീമനായ മനുഷ്യനെ കല്ലും കമണയും കൊണ്ട് പരാജയപ്പെടുത്തിയ ഒരു ബാലൻ. സത്യത്തിൽ അവിടെ ചുറുചുറുക്കുള്ള ബലിഷ്ഠരായ അനേകം സൈന്യകർത്താക്കളുണ്ട്, യുദ്ധം അഭ്യസിച്ചവരുണ്ട്. അമ്പും വില്ലും കൊണ്ടും വാളുകൊണ്ടും കുന്തം കൊണ്ടുമെല്ലാം യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള പരിശീലനം ലഭിച്ചവരായ അനേകർ ഉണ്ടായിട്ടും കല്ലും കമണയും ഉപയോഗിച്ചൊരു ബാലനെയാണ് ദൈവം ഗോലിയാത്തിനെ കൊല്ലുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് അവൻ ശൗലിന് പിൻഗാമിയായി രാജാവായിട്ട് വാഴ്ത്തപ്പെട്ടു. ഈ ബൈബിൾ ഭാഗം മുഴുവനും നോക്കിയാൽ അങ്ങനെ അനേകം തെരഞ്ഞെടുപ്പുകൾ കാണുവാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കാണുമ്പോൾ നമുക്ക് എന്തിനാണ് ദൈവം ഇവരെ തിരഞ്ഞെടുത്തത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ജനവിഭാഗത്തെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് നാക്ക് തടിച്ചവനായ, പറയുമ്പോൾ തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ഒരു സദസ്സിൻ്റെ മുമ്പിൽ തൻ്റെ നാക്ക് പിഴയ്ക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഒരു സദസ്സിനെ ഇതുവരെ അഭിമുഖീകരിക്കാത്ത മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ബറവോൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മുമ്പിൽ പോയി ഇസ്രായേൽ ജനത്തിന് വേണ്ടി വാദിക്കേണ്ടവനാണവൻ. ഒരു വക്കീലിനെ പോലെ വാദിക്കേണ്ടവൻ, നാക്ക് തടിച്ചവൻ. ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിലെല്ലാം നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ദൈവം എന്തിനാണ് ഇങ്ങനെ നിസ്സഹായരായ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കും. യേശുവിനെ പിൻപറ്റിയ അനേകരുള്ള സമയകാലത്ത് അനേകർ തൻ്റെ കൂടെ, തൻ്റെ ശുശ്രൂഷയിൽ തന്നോട് കൂടെ ആയിരുന്ന സമയത്ത് ഒരു മലമുകളിൽ കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്.
അങ്ങനെ 12 പേരെ വേർതിരിച്ച് അപ്പോസ്തലന്മാരാക്കി തീർത്തു. അവരിൽ പലരും മീൻപിടുത്തക്കാരായിരുന്നു, ചിലർ ചുങ്കം പിരിക്കുന്നവരായിരുന്നു. സമൂഹത്തിൽ അത്ര വലിയ സ്ഥാനമില്ലാത്ത വ്യക്തികളെയാണ് അപ്പോസ്തലന്മാരായിട്ട് വേർതിരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവരെയെല്ലാം തിരഞ്ഞെടുത്തത്. തൻ്റെ കൂടെ അനേകം വിദ്യാസമ്പന്നരും അനേകം കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും കടന്നു വന്നിട്ട് കൂടെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് ഈ 12 അപ്പോസ്തലരെ, മീൻപിടുത്തക്കാരായ ചുങ്കക്കാരായ ഇവരെയാണ് തൻ്റെ അപ്പോസ്തല ഗണങ്ങളിലേക്ക് തിരഞ്ഞെടുത്തത്. സമ്പത്തിൽ ആർത്തി പൂണ്ട യൂദാസ് കറിയോത്ത വരെയും യേശു ക്രിസ്തു തിരഞ്ഞെടുക്കുകയാണ്. അതിന് പിന്നിൽ ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ഇഷ്ടമുള്ളതുകൊണ്ട്, തനിക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയാണ് യേശു ക്രിസ്തു ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അവരെ തിരഞ്ഞെടുത്തുവെന്ന് മർക്കോസ് 3:13 നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാരണം ഇതാ നമ്മുടെ നിസ്സഹായതയിലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. മോശയുടെ നിസ്സഹായത അവൻ്റെ നാവായിരുന്നു. മറ്റുള്ളവൻ്റെ മുമ്പിൽ സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാനെന്നുള്ള നിസ്സഹായ അവസ്ഥ. ആ നിസ്സഹായതയിൽ ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ്. അതേപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനന വാർത്ത ആദ്യം അറിയിക്കുന്നത്, ആദ്യം കേൾക്കുന്നത് ഇതാ ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്മാരുടെ അടുക്കലാണ്. അവർ ഒരു സമൂഹത്തിലെ ഒരു നിസ്സഹായരാണ്. കാരണം പണം കൊണ്ടോ സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രാഭവം കൊണ്ടോ ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു ആട്ടിടയന്മാർ. രാവും പകലും ഉറക്കമുഴച്ച് തൻ്റെ ആടുകളെ കാത്ത് രക്ഷിക്കുവാൻ നിസ്സഹായതയിൽ നിൽക്കുന്ന ആട്ടിടയന്മാർ. അവരുടെ നിസ്സഹായതയിലാണ് ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നത്. ഈ ലോകം മുഴുവനും പോയി യേശുവിൻ്റെ ജനന വാർത്ത അറിയിക്കുവാൻ അവരെ തിരഞ്ഞെടുക്കുകയാണ്. ശൗലെന്ന് പറയുന്നവൻ തൻ്റെ സഹോദരന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരെക്കാളെല്ലാം കഴിവ് കുറഞ്ഞ ഒരു വ്യക്തിത്വം, ഒരു നിസ്സഹായത. ആ നിസ്സഹായതയിൽ ദൈവം ശൗലിനെ വിളിക്കുകയാണ്, അവനെ രാജാവാക്കി ഉയർത്തുകയാണ്. നമ്മുടെ എല്ലാം അന്തരംഗങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ നിറം അല്ലെങ്കിൽ എൻ്റെ കഴിവ്, എൻ്റെ വാക്ചാതുര്യം, ഇതെല്ലാമാണ് ഒരു സമൂഹത്തിൽ എന്നെ ഉയർത്തുന്നതെന്നുള്ള ചിന്ത നമ്മളിൽ പലരിലുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിസ്സഹായരാണെന്ന് നമുക്ക് ബൈബിൾ മുഴുവനും കാണുവാനായിട്ട് സാധിക്കുകയാണ്. തോബിത്തിന് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. തോബിയാസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മകനെ, നമ്മൾ ദരിദ്രരായതിൽ നീ വിഷമിക്കേണ്ടതില്ല. നീ ദൈവത്തിൽ ആശ്രയിക്കുക, പാപത്തെ വിട്ടൊഴിയുക, എപ്പോഴും ദൈവത്തിന് ഇഷ്ടമായത് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നീ ധനികനാകുമെന്ന് തോബിയാസിനെ വിളിച്ച് പറയുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഇതാ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് കൂടെ തോബിയത് ദാരിദ്ര്യത്തിലായിരുന്നു, കഷ്ടതയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഇന്ന് പലപ്പോഴും പ്രോസ്പെരിറ്റി ഗോസ്പൽ നാം കാണുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രോസ്പെരിറ്റി ഗോസ്പൽ, സമൃദ്ധിയുടെ സുവിശേഷം. എന്താണ് സമൃദ്ധിയുടെ സുവിശേഷം? സമൃദ്ധിയുടെ സുവിശേഷം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ, നിനക്ക് നല്ല ജോലിയുണ്ടെങ്കിൽ, രോഗമില്ലാതെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ കാക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള പഠിപ്പിക്കലാണ്. എന്നാൽ ബൈബിൾ മുഴുവനുമായി കാണുന്ന എല്ലാ വ്യക്തിത്വങ്ങളും ദാരിദ്ര്യത്തിലും നിസ്സഹായതയിലുമാണ് ജീവിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം, ആഗോളവൽക്കരണം, നമ്മുടെ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു പാഠഭാഗമാണ്. അതിൽ നമുക്ക് കാണുന്നൊരു കാര്യമുണ്ട്. ആഗോളവൽക്കരണം ലോകത്തെ മുഴുവനും ഒറ്റ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു കുടക്കീഴിലാക്കി എന്നെല്ലാം പഠിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ദൂഷ്യവശങ്ങളും നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ ഏതെല്ലാം രീതിയിലാണ് അതിനെ സഭയെ ബാധിച്ചതെന്ന് നാം പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഈ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ അപ്പോസ്തോലിക സഭയിലേക്കും കടന്നുകൂടിയത്. അവിടെ ഇപ്രകാരം പഠിപ്പിക്കാൻ തുടങ്ങി, ഇതിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ് നിനക്ക് സമ്പത്ത് എന്ന് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. കാരണം ബൈബിളിൽ ഒട്ടകരെ നമ്മൾ നോക്കിയാലും എല്ലാ വ്യക്തികളും ദാരിദ്ര്യത്തിലാണ് ജീവിച്ചതെന്ന് നാം കാണുവാനായിട്ട് സാധിക്കുകയാണ്. തൻ്റെ കഷ്ടതയിലും ദേവാശ്രയബോധം കൈവിടാത്തതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാം നോക്കിയാൽ ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തു താഴേക്ക് നോക്കിയപ്പോൾ തൻ്റെ അമ്മയെ, നിസ്സഹായതയെ നിൽക്കുന്ന തൻ്റെ അമ്മയെ കാണുകയാണ്. പരിശുദ്ധ ദൈവമാതാവിനെ കണ്ടപ്പോഴാണ് യേശു ക്രിസ്തു ഓർത്തത്, തൻ്റെ മരണശേഷം ഈ മാതാവ് എങ്ങോട്ടാണ് യാത്ര ചെയ്യുക, എവിടെയാണ് അഭയം പ്രാപിക്കുക എന്നുള്ള ചിന്ത യേശു ക്രിസ്തുവിന് മുമ്പിൽ വന്നത്. ആ നിസ്സഹായതയിലാണ് യേശു ക്രിസ്തു പറയുന്നത്, ഇതാ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ യോഹന്നാൻ സ്ലീഹ, നീ ഈ മാതാവിനെ വഹിച്ചുകൊണ്ട്
നിൻ്റെ ഭവനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഭരമേൽപ്പിക്കുന്ന രംഗം നാം കാണുന്നുണ്ട്. തൻ്റെ മാതാവിന് ഈ ഭൂമിയിൽ സ്വന്തമായൊരു മനോഹരമായ മണിമാളിക പോലും കെട്ടിക്കെടുക്കുവാൻ സാധിക്കാത്തതാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതമെന്ന് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ഈ സർവ്വലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രനാണ്, സൃഷ്ടാവാണ് ഈ ലോകത്തിൻ്റെ. പക്ഷേ അവൻ്റെ ഭൂമിയിൽ ഒന്നും ശേഖരിച്ചു വെച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ കണ്ണിൽ ഈ തെരഞ്ഞെടുപ്പെല്ലാം, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പെല്ലാം ഭോഷത്വമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14 തൊട്ടുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ലൗകിക മനുഷ്യന് ദൈവിക വചനങ്ങളെല്ലാം ഭോഷത്വമാണെന്ന് അവിടെ കാണുന്നുണ്ട്. അതൊന്നും ഗ്രഹിക്കുവാൻ ലൗകിക മനുഷ്യൻ്റെ കണ്ണിന് സാധിക്കുകയില്ല. കാരണം ലൗകിക മനുഷ്യൻ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സുഖലോലുപതയിലാണ്. തൻ്റെ സമ്പത്ത്, തൻ്റെ ജീവിത രീതികളെല്ലാം അവനിൽ ആശ്രയിക്കുകയാണ്. തൻ്റെ ബാങ്ക് ബാലൻസിലാണ് അവൻ്റെ കണ്ണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവുമെന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ നിക്ഷേപം ദൈവത്തിലായിരിക്കണമെന്നാണ് ഇന്നത്തെ ചിന്ത നമ്മോട് പറയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. 1 തീമോത്തിയോസ് 1-ാം അധ്യായം 16 തൊട്ടുള്ള വചനഭാഗത്ത് നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്കവണ്ണം പാപികളിൽ ഒന്നാമനായി എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ നാം കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരും, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഈ വചനഭാഗത്ത് നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുവാൻ വേണ്ടിയിട്ട്. ഈ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ സ്നേഹം ആ വ്യക്തിയിലുള്ളത് കൊണ്ടാണെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ ജീവിത കാലയളവിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് ഇരിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ പുരോഹിതന്മാരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഒരു പുരോഹിതനാവാൻ കാരണം? ഒരുപക്ഷെ കാഴ്ചയിൽ അത്ര ഭംഗിയില്ലാത്ത, അത്ര പ്രഭാപൂരിതനല്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ഏറെ കുറവുള്ളവനായൊരു വ്യക്തി, ഒരുപക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് വേറെ കുറവുള്ളവനായൊരു വ്യക്തി, വാക്ചാതുര്യത്തിൽ കുറവുള്ളവനായൊരു വ്യക്തി, എങ്ങനെയാണ് ഈ വ്യക്തി ഒരു പുരോഹിതനായി തീർന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വ്യക്തി ഒരു പുരോഹിതനായിട്ട് ഒരു ഇടവക എങ്ങനെയാണ് നിയന്ത്രിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നും. ഈ വ്യക്തി എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ അതിനുള്ള ഉത്തരമാണ് ഇവിടെ വായിച്ചത്, ദൈവത്തിൻ്റെ ക്ഷമ ആ വ്യക്തിയിൽ പ്രകടമാക്കുന്നതിന് വേണ്ടി. ദൈവം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ലഭ്യമാകുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തികളെ ദൈവം വിളിച്ച് ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മാനുഷിക കണ്ണിലൂടെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മാനുഷിക കണ്ണുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അത് ലൗകിക മനുഷ്യത്തിന് പോഷത്വമായി തോന്നും. അവൻ തോന്നും, എന്തിനാണ് ഈ വ്യക്തി, ഇവനേക്കാൾ കഴിവുള്ള എത്രയോ അധികം വ്യക്തികൾ ഈ ലോകത്തുണ്ടെന്നുള്ള ചിന്തയെല്ലാം നമ്മുടെ ഉള്ളിൽ, ലൗകിക മനുഷ്യൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകും. ദൈവം പറയുന്നു, ഈ വ്യക്തിയെ എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയിലൂടെ എൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ നിവർത്തിക്കുവാൻ ഈ വ്യക്തിയെ ഞാൻ വിളിച്ചിരിക്കുന്നുവെന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല എന്ന് മനസ്സിലാക്കണം. നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ഒരുപക്ഷെ ദൈവത്തോട് തിരിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് നമ്മുടെ ദൈവാശ്രയ ബോധത്തിലും പ്രാർത്ഥനയിലും ജീവിക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, ഇവൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇവൻ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇവൻ എന്തിനാണ് ഇത്രയും അധികമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിച്ചേക്കാം. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, ഒരു ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്, അവൻ്റെ ജീവിതം അത്രയും ദൈവത്തോട് കൂടെ ജീവിക്കുക എന്നുള്ള ഒരു വിളിയാണ് അവന് കിട്ടുന്നത്. എന്നാൽ ഒരു പക്ഷേ ലോകത്തിന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. ലോകം നമ്മളെ പരിഹസിക്കും, ലോകം ഒരു പക്ഷേ നമ്മളെ കളിയാക്കും. ഇവനെന്തിനാണ് ഇത്ര അധികം ദൈവത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് അപ്പൻ മകൻ ബന്ധമാണ് ദൈവം നൽകുന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്താൽ പോലും ഒരപ്പൻ ഒരു മകനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, ഒരപ്പൻ ഒരു മകന് എത്രത്തോളമാണോ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അതേ സ്വാതന്ത്ര്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്കും ദൈവം നൽകുന്നത്. ഒരിക്കലും ദൈവം തിരഞ്ഞെടുത്തു എന്ന് വിചാരിച്ച് ആരെയും ദൈവം അടിമയാക്കി വെച്ചിട്ടില്ല എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശൗൽ എന്ന് പറയുന്നത്. ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു, ശൗലിനെ രാജാവാക്കി തീർത്തു, ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായൊരു സ്ഥാനം അവന് കൊടുത്തു. പക്ഷേ അവൻ്റെ ജീവിത അവസാനം
ഇതാ ഏറ്റവും ശോഷിച്ചൊരവസ്ഥയിലേക്ക് പോകുന്ന കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അവനൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോവുകയാണ്. ഒരു നാൽക്കാലിയെ പോലെ പുല്ല് തിന്നുന്ന അവസ്ഥയിലേക്ക്, ഈ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായൊരു അവസ്ഥയിലേക്ക്, ഈ ലോകത്തിൽ ബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി അവൻ മാറുകയാണ്. നിഷ്കളങ്കനായ ദാവീദിനെ കൊന്നുപറഞ്ഞ് കൊല്ലുവാൻ ശ്രമിക്കുന്ന, അസൂയ കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിയായിട്ട് ശൗൽ മാറ്റപ്പെട്ടു. അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പക്ഷേ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വഴിയിൽ നിന്ന് അവൻ മാറി യാത്ര ചെയ്യുന്ന അവസ്ഥ കടന്നു വരികയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിലും നമ്മുടെ കടമയാണ് ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലായിരിക്കുക എന്നുള്ളത്. ദൈവം കാണിക്കുന്ന അതേ വഴിയിലൂടെ നടക്കുക എന്നുള്ളത്. ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിലും അനേകം വഴികളുമുണ്ട്. ആ വഴികളെല്ലാം നമ്മുടെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കുവാനും നമ്മൾ പോയാൽ ശൗലിൻ്റെ അവസ്ഥ നമുക്കും വരും. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദിനെ, അവൻ്റെ ബാലനായ ദാവീദിനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് അവൻ രാജാവായി നിൽക്കുന്നു. അവൻ രാജസന്നിധിയിൽ എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ്. എന്നാൽ അവൻ്റെ ആ ജീവിതയാത്രയിൽ അവൻ ശൗലിനെ പോലെ വഴി തെറ്റിപ്പോവുക യാത്ര ചെയ്യുന്നുണ്ട്. അവൻ പാപം ചെയ്യുന്നുണ്ട്. എന്നാൽ വീണ്ടും അവനൊരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണെന്നും ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ദാവീദിനെ വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് 51-ാം സങ്കീർത്തനം അവൻ എഴുതുന്നത്, ദൈവസന്നിധിയിൽ അവനെ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുത്തവരായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട് എങ്കിലും മടങ്ങി വരവിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ദൈവസ്നേഹിതൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പാപത്തിന് വഴിയുടെ യാത്ര ചെയ്താലും എന്നെ കാത്തിരിക്കുന്ന ഒരു സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് എന്ന് മനസ്സിലാക്കി തിരികെ യാത്ര ചെയ്യുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് സഭയിൽ കുമ്പസാരം എന്ന് പറയുന്ന വലിയ കൂദാശ സ്ഥാപിതമായിരിക്കുന്നത്. എന്താണ് കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയുടെ വലിയ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദൈവമായ കർത്താവ് ഇപ്പോൾ കാരുണ്യത്തിൻ്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ദൈവമായ കർത്താവ് ഇപ്പോൾ കരുണയുടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നാം പാപം ചെയ്തു കഴിയുമ്പോൾ കുമ്പസാരിച്ച് യഥാർത്ഥ പാപബോധത്തോടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നത് അവൻ ഇപ്പോൾ കരുണയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരിക്കൽ പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിൻ്റെ പിന്നാലെ നടക്കുകയാണ്. എല്ലാത്തിനും ഉപേക്ഷിച്ച് നിന്നെ മാത്രം ലക്ഷ്യം വെച്ച് നിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കെന്താണ് പ്രയോജനം? യേശു ക്രിസ്തു തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിവിടെ നിന്നും പോയി രണ്ടാമത് വരുന്ന സമയത്ത് എന്നോടുകൂടെ 12 സിംഹാസനങ്ങൾ നിങ്ങൾ ഇരിക്കുകയും നിങ്ങൾ ഈ ലോകത്തെ ന്യായം വിധിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ വലിയ വാഗ്ദാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സാധ്യമായി തീരും. അവൻ കരുണയുടെ സിംഹാസനത്തിൽ നിന്ന് ന്യായാധിപൻ്റെ സിംഹാസനത്തിലേക്ക് മാറി ഉപവിഷ്ടനാകും. ആ സമയത്ത് അവൻ യഥാവിധി നമ്മളെ വിധിക്കും. നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് അനുസൃതമായി നമ്മളെ വിധിക്കും. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നമ്മളെ മാറ്റിയിരുത്തും. ന്യായവിധിയുടെ സമയത്ത് അനേകർ തങ്ങൾ ചെയ്ത തെറ്റുകൾക്കനുസൃതമായിട്ട് നരകത്തിലേക്ക് വീഴ്ത്തപ്പെടും, പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് വീഴ്ത്തപ്പെടുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാം തെറ്റിപ്പോയാലും ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി തിരികെ യാത്ര ചെയ്ത് മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. തിരികെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൂർത്തനായ പുത്രൻ വീണ്ടും അവൻ്റെ നിസ്സഹായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. അവൻ പന്നികളുടെ ഇടയിൽ കിടന്ന് അവൻ്റെ ജീവിതം മൃഗസദൃശ്യമായിട്ട് തീരുമ്പോഴാണ് അവൻ്റെ നിസ്സഹായത അവന് ബോധ്യപ്പെട്ടു വരുന്നത്. സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് എന്നുള്ള ബോധ്യം അവന് വീണ്ടും ഓർമ്മ വരികയാണ്. അവൻ പറയുന്നു, എൻ്റെ അപ്പൻ എന്നെ തിരഞ്ഞെടുത്തതാണ്. അപ്പൻ്റെ അനുയായിയായി അപ്പൻ്റെ അതേ സുഖസൗകര്യത്തിലേക്ക് അപ്പൻ്റെ അതേ ജീവിതത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ എൻ്റെ ജീവിതമാർഗം എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. എന്നാലും മടങ്ങിച്ചെന്നാൽ എന്നെ സ്വീകരിക്കുന്ന ഒരപ്പനുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൻ തിരിച്ച് അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അപ്പൻ അവനെ മുദ്രം അണിയിച്ച് അവനെ സ്വീകരിക്കുകയാണ്.
അവൻ്റെ കാലുകൾക്ക് ചെരുപ്പുകളെ അണിയിച്ച് അവനെ സ്വീകരിക്കുകയാണ്. അതിന് പ്രിയമുള്ളവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞാനും നിങ്ങളും വഴിതെറ്റിപ്പോകുമ്പോൾ തിരിച്ച് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. തിരികെ മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ തിരിച്ചുള്ള മടങ്ങി വരവിൽ ദൈവം നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വേണം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു തിരഞ്ഞെടുപ്പാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. ഈ ലോകത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കെ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ മാത്രം ദൈവം തിരഞ്ഞെടുത്തത് എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തിനാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 തൊട്ടുള്ള വചനം അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ തിരഞ്ഞെടുക്കുന്നത് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ ദൈവം തിരഞ്ഞെടുത്ത് എല്ലാ യുദ്ധങ്ങളിലും അവർക്ക് വിജയം കൊടുക്കുന്നത് വഴിയായിട്ട് ഈ ലോകത്തിൽ ഇസ്രായേൽക്കാർ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് മറ്റുള്ള ജനതകൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത്. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് മറ്റുള്ള വിഗ്രഹാരാധനയിൽ നിന്ന് ഈ ജനത്തെ തിരികെ കൊണ്ടുവന്ന് ഞാനാണ് നിൻ്റെ സൃഷ്ടിതാവെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിനെ അവൻ അവരുടെ പ്രാർത്ഥനാ രീതികളും അവരുടെ ജീവിത രീതിയും ദൈവാശ്രയ ബോധ്യവും എല്ലാം കാട്ടിക്കൊടുക്കുമ്പോൾ മറ്റുള്ള ജനം അതെല്ലാം കാണുമ്പോൾ ഇത് ഇവരുടെ ദൈവമാണ് സത്യദൈവമെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ള ബോധ്യത്തിലാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 25 തൊട്ടുള്ള വചനഭാഗത്ത് ശലോമോൻ രാജാവ് ദേവാലയം സ്ഥാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പെരുന്നാൾ കഴിച്ചിട്ട് അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, നീ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിപ്പോൾ സമർപ്പിക്കുന്ന ഈ ദേവാലയത്തിൽ നീ വന്ന് വസിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഇതാ ശലോമോൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് വസിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതെന്ന് ശലോമോനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവിടെ ശലോമോൻ പറയുന്നൊരു ഉത്തരം ഇതാണ്: ഇതാ വിജാതിയർ വന്ന് ഞങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്നെ കാട്ടിക്കൊടുക്കുവാൻ ഒരു സ്ഥലം വേണം. ഒരു വിജാതീയന് ഈ ദേവാലയത്തിൽ കടന്നു വന്ന് നിന്നെ സാമീപ്യം അനുഭവിക്കുവാൻ അവന് സാധിക്കണം. നിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ അവന് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ദേവാലയം സ്ഥാപിക്കുന്നത്. ദൈവം പറയുന്നുണ്ട്, നിൻ്റെ ഇച്ഛ പോലെ തന്നെ ഭവിക്കട്ടെ, ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് വസിക്കും. ഏതൊരു വിജാതീയനും എൻ്റെ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയോ എൻ്റെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ഞാൻ അവരെ സ്നേഹം കൊണ്ട് പൊതിയുമെന്ന് ദൈവം ഉത്തരം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് നമുക്ക് മാറാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് നമുക്ക് മാറാം. ഞാനും നീയും ദൈവസ്നേഹത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു കടമ അവശേഷിക്കുന്നുണ്ട്. ആ കടമ മറ്റുള്ളവർക്ക് ദൈവസ്നേഹത്തെ കൊടുക്കുക എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 തൊട്ടുള്ള വചനം 20 വരെയുള്ള വചനഭാഗത്ത് നാം കാണുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ ആട്ടിടയന്മാർക്ക് സദൃശ്യമായിട്ട് അവിടെ പറയുന്നുണ്ട്: ഇതാ നിങ്ങളുടെ രക്ഷകൻ ബേത്ലഹേമിൽ ജാതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പരസ്പരം പറയുന്നൊരു കാര്യമുണ്ട്: വരുവിൻ, നമുക്ക് പോയി അവനെ കാണാം. നമുക്ക് പോയി നമ്മുടെ കർത്താവിനെ കാണാമെന്ന് പറഞ്ഞ് അവർ യാത്ര തിരിക്കുന്നുണ്ട്. നാം അനേകം വചനങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമെല്ലാം അനേക വചനങ്ങൾ നാം കേൾക്കുന്നുണ്ട്. ഈ വചനങ്ങൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് അനുഷ്ഠിക്കുവാനും അനുവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ രുചിച്ചറിഞ്ഞ എൻ്റെ കർത്താവിനെ മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുവാനുള്ള സവിശേഷതയിലേക്ക് നമുക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, അപരനെ സ്നേഹിക്കുന്നവനായിട്ട് നാം മാറ്റപ്പെടണം. അപരനെ സ്നേഹിക്കുന്നവനായിട്ട് നമ്മൾ മാറ്റപ്പെടണം. യേശുക്രിസ്തുവിനെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ഭൂമിയിൽ ഒരു നിരപരാധിയുടെ രക്തത്തിന് മാത്രമേ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് ഈ ലോകത്തെ മോചിപ്പിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ദൗത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അത്ഭുതകരമായ ഒരു തിരഞ്ഞെടുപ്പ്. തൻ്റെ മകൻ പോയാൽ അവന് കൊല്ലപ്പെടുമെന്നും ഈ ലോകത്താൽ തിരസ്കരിക്കപ്പെടുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നിട്ട് കൂടെ തൻ്റെ മകനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. തൻ്റെ ഏകജാതനെ ദൈവം തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് വിടുകയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ നിഷ്കപടമായ സ്നേഹം,
അവരെന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹം നിസ്വാർത്ഥമായ സ്നേഹമാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്തതാണെന്നുള്ള ബോധ്യത്തിലേക്ക് നീ വളരണം. എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നീ വളരണം. ആ ബോധ്യത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ സാധ്യമായി തീരണം. ദൈവത്തെ രുചിച്ചറിയുവാൻ സാധ്യമായി തീരണം. നിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് അതൊരു കളിയാക്കലാക്കി മാറ്റിയേക്കാം, നിന്നെ പരിഹസിച്ചേക്കാം. എന്നിരുന്നാൽ പോലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവായ ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ള ബോധ്യത്തിലേക്ക് വളരുവാനും നമുക്ക് സാധിക്കണം. ആ ബോധ്യത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ട് ആട്ടിടയന്മാരെ പോലെ വചനം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് അത് വിളമ്പിക്കൊടുക്കുവാനും ദൈവസ്നേഹത്തെ പങ്കുവെച്ച് കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. But